അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതക കേസിലെ ഹൈക്കോടതി വിധി പകർപ്പ് ജനം ടിവിക്ക്. കേരളത്തിലെ കോടതികൾക്ക് മുന്നിലെത്തുന്ന ആദ്യത്തെ ആൾക്കൂട്ട കൊലപാതക കേസാണ് മധു വധക്കേസ്. വനവാസി യുവാവിനെ വേട്ടയാടി പരസ്യമായി അപമാനിച്ചു. മധുവിന് മനുഷ്യന്റെ അന്തസ്സില്ലെന്ന് പ്രതികൾ കരുതിയെന്നും ഹൈക്കോടതി. ആക്രമണത്തിന് സാക്ഷിയായ വലിയൊരു വിഭാഗം സത്യത്തിന് നേരെ കൂട്ടത്തോടെ കണ്ണടച്ചുവെന്നും ഹൈക്കോടതി വിധി പകർപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, അവസാനത്തെ ആ വരി അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കേരള മനസ്സാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിർത്താൻ തക്കവണ്ണമുള്ള ഒരു കണ്ടെത്തലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. സത്യത്തിന് സാക്ഷിയായ വലിയൊരു വിഭാഗം അതേ യാഥാർത്ഥ്യത്തിന് നേരെ കൂട്ടത്തോടെ കണ്ണടച്ചു. അതിൽ സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടെന്നതാണ് നമ്മളെയൊക്കെ തലകുനിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതായത് സാക്ഷികളുടെ കൂറുമാറ്റം അത് ഹൈക്കോടതി അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കണ്ടത്. കേരളത്തിലെ കോടതികൾക്ക് മുന്നിലെത്തുന്ന ആദ്യത്തെ ആൾക്കൂട്ട കൊലപാതക കേസാണെന്നാണ് മധു കൊലപാതക കേസിനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒരു വനവാസി യുവാവിനെ വേട്ടയാടി പരസ്യമായിട്ട് അപമാനിച്ചു. സ്വന്തം രീതിയിൽ നീതി നടപ്പാക്കാൻ അവകാശമുണ്ടെന്ന് പ്രതികൾ എല്ലാവരും കരുതി എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ മറ്റൊരു നിരീക്ഷണം. മധുവിന് മനുഷ്യന്റെ അന്തസ്സില്ലെന്ന് പ്രതികൾ കരുതുകയും കൂട്ടത്തോടെ മർദ്ദിക്കുകയും ചെയ്തു. കേവലം 40 കിലോഗ്രാം മാത്രം ശരീരഭാരമുള്ള മധുവിനെ മണിക്കൂറുകളോളമാണ് പ്രതികൾ എല്ലാവരും കൂടി ചേർന്ന് ആക്രമിച്ച് അവശനാക്കിയത്. പോഷകാഹാര കുറവുള്ളതും മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയുമാണ് മധു. നേരത്തെ വിചാരണ കോടതിയിൽ ഈ സത്യം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ അമ്പെ പരാജയപ്പെട്ടു പോയി. അതുമാത്രമല്ല, സാക്ഷികൾ നിരവധി പേർ 24ഓളം സാക്ഷികൾ ഈ കേസിൽ വിചാരണ വേളയിൽ കൂറുമാറിയിരുന്നു. തെളിവുകളില്ലാത്തതുകൊണ്ടല്ല ഈ സാക്ഷികളൊക്കെ തന്നെ കൂറുമാറിയത് വിചാരണ കോടതിയിൽ കേസിനുള്ള തിരിച്ചടിയായെന്നും ഹൈക്കോടതിയുടെ വിലയിരുത്തലായിട്ടുണ്ട്. ആക്രമണത്തിന് സാക്ഷിയായ വലിയൊരു വിഭാഗം സത്യത്തിന് നേരെ കൂട്ടത്തോടെയാണ് കണ്ണടച്ചത്. മറുഭാഗത്തേക്ക് മാത്രം സാക്ഷികൾ നോക്കാനായിട്ട് ശ്രമിച്ചു. ഇത്തരത്തിൽ സാക്ഷികൾ കൂറുമാറുന്നത് നിസ്സാരമല്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. വലിയൊരു അസ്വസ്ഥത ഈ സാക്ഷികളുടെ കൂറുമാറ്റത്തിൽ ഉണ്ടാകുന്നുണ്ട്. ജാമ്യ വ്യവസ്ഥകൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പല പ്രതികളും സാക്ഷികളെ സ്വാധീനിക്കാനായിട്ട് ശ്രമിച്ചത്. ജാമ്യം റദ്ദാക്കിയത് കൊണ്ട് മാത്രം ഫോറസ്റ്റ് വാച്ചർക്ക് മൊഴി നൽകാൻ സാധിച്ചു. അത്തരത്തിൽ സാക്ഷികൾ ഒട്ടനവധി പേർ കൂറുമാറിയത് ഈ കേസിന് തിരിച്ചടിയായെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. ബഹുമാനപ്പെട്ട നീതിപീഠം കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എവിടേക്കാണ് സർക്കാരിന് പരാജയമുണ്ടായത്, എവിടേക്കാണ് പ്രോസിക്യൂഷന് ഉണ്ടായ വലിയ വീഴ്ചകൾ, അതൊക്കെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിധി പുറപ്പെടുവിച്ചത്.